லாக் பண்ணிக்கிற ஷூட்டிங் எடுக்க போகிறாங்க. பிரபாஸ் மூவி ஷூட்டிங்கு. എല്ലാ ലൊക്കേഷനെല്ലാം பார்த்துட்டு പോയിട്ടാണ്. ഇതാണ് നമ്മുടെ ഫേമസ് കാനാട് കാന്തൻ പാലസ്. ഇതൊരു വീടാണ്, വലിയ പത്തായം, ഇന്നത്തെ പത്തായം. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സെക്കൻഡ് ഡേ ഇൻ ചെട്ടിനാടാണ്. ഇന്നലെ നമ്മൾ ശരിക്കും കാരക്കുടി, ആത്തൻകുടി പാലസ്, ആത്തൻകുടി ടൈൽ മേക്കിംഗ്, അതേപോലെ ചെട്ടിനാട് ക്യൂസിൻ, ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആയിട്ട് നമ്മൾ പോകുന്നത് ചെട്ടിനാട് ഹെറിറ്റേജ് വില്ലേജിലോട്ടാണ്. നമ്മൾ ഇന്നലെ കണ്ടത് ഈ ചെട്ടിനാടിൻ്റെ ഭാഗമായിട്ടുള്ള കാരക്കുടി, ആത്തൻകുടി ഭാഗമാണെങ്കിലും പഴയ കാലത്തെ ചെട്ടിനാട് മാൻഷൻസ്, അതേപോലെയുള്ള കാനാട് കാന്തൻ പാലസ്, ഇതൊക്കെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തോട്ടാണുള്ളത്. നമ്മൾ ഇന്നലെ കാരക്കുടിയാണ് റൂം എടുത്തത്. അവിടെ നിന്ന് 12 കിലോമീറ്റർ പ്രോപ്പർ ചെട്ടിനാട് വില്ലേജ്, അതായത് ചെട്ടിനാട് ഹെറിറ്റേജ് വില്ലേജിലോട്ടുള്ള ദൂരം. നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങി ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് കണ്ടുകൊണ്ടേൻ പാലസിലോട്ടാണ്, അതായത് കാനാട് കാന്തൻ പാലസ്. കണ്ടുകൊണ്ടേൻ സിനിമ ഷൂട്ട് ചെയ്ത പാലസ്. ഈ ചെട്ടിനാട് വില്ലേജ് ശരിക്കും ഡെവലപ്പ് ചെയ്തെടുത്തത് നാട്ടുകോട്ട ചെട്ടിയാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു. ഇവിടുത്തെ അന്നത്തെ കാലത്ത് വലിയൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ആയിരുന്നു ഈ നാട്ടുകോട്ട ചെട്ടിയാർ. അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ആയിരുന്നു. നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്ന ചെട്ടിനാട് ആർക്കിടെക്ചർ, അതേപോലത്തെ ഇവിടുത്തെ അമ്പലങ്ങൾ, ചെട്ടിനാട് ലോക്കൽ ക്യൂസീന്, ഇതിൻ്റെയൊക്കെ തുടക്കം ഇട്ടത് ഈ നാട്ടുകോട്ട ചെട്ടിയാർ കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ ഫേമസ് കാനാട് കാന്തൻ പാലസ്. ഇവിടുത്തെ ഫേമസ് ആണ്, പക്ഷേ ഇപ്പോൾ അലൗഡ് അല്ല, ഇവിടെ അകത്ത് കയറാൻ പറ്റത്തില്ല. ഇവിടെ ഏതൊക്കെയോ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കണം. ഇവിടെ പറഞ്ഞ പോലെ വെഡ്ഡിങ് സെറിമണി, അതേപോലത്തുള്ള ഫോട്ടോഷൂട്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് ഓപ്പൺ ആക്കുള്ളവർ. കാനാട് കാന്തൻ പാലസിൻ്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് ശരിക്കും 1900s-ലാണ്. അന്ന് ഇവിടുത്തെ സമ്പന്നനായ ഒരു സെമീന്ദാരർ അണ്ണാമലൈ ചെട്ടിയാറാണ് ഈ കാനാട് കാന്തൻ പാലസിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത്. പുള്ളിക്കാരൻ അന്ന് കൺസ്ട്രക്ഷൻ തുടങ്ങിയെങ്കിലും 10 വർഷം എടുത്തിട്ടാണ് ഈ മാൻഷൻ അവർ കംപ്ലീറ്റ് ചെയ്തത്. ഈ അണ്ണാമലൈ ചെട്ടിയാറുടെ ബ്രിട്ടീഷ് ഇന്ത്യ പീരീഡിലെ ബാങ്കിങ് സെക്ടറിലെ സേവനങ്ങൾ കണക്കിലെടുത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പുള്ളിക്കാരനെ നൈറ്റ്ഹുഡ് പദവി നൽകി ആദരിക്കുകയും ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ പീരീഡിൽ സ്ഥാപിച്ച ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബാങ്കിന്റെ ഫസ്റ്റ് ഗവർണറും ഈ അണ്ണാമലൈ ചെട്ടിയാർ തന്നെയായിരുന്നു. ഈ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പിൽക്കാലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതുകൂടാതെ തന്നെ ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ ബാങ്കിന്റെ ഫൗണ്ടറും അതേപോലെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടറും. പുള്ളിക്കാരൻ്റെ ഈ നേട്ടങ്ങളെല്ലാം കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് രാജാ ഓഫ് ചെട്ടിനാട് എന്ന പേരിൽ അറിയപ്പെട്ടത്. ആത്തൻകുടി പാലസിലൊക്കെ നമ്മൾ കണ്ട ചെട്ടിനാട് ആർക്കിടെക്ചറിൻ്റെ എല്ലാ പ്രൗഢിയും നമുക്ക് ഈ കാനാട് കാന്തൻ പാലസിലും കാണാൻ പറ്റുമേ. ഇവരുടെ സിഗ്നേച്ചർ സ്റ്റൈൽസ് ആയിട്ടുള്ള വലിയ പില്ലേഴ്സ്, അതേപോലെ ഡെക്കറേറ്റീവായിട്ട് തടിയിൽ കൊത്തിയെടുത്തിട്ടുള്ള വാതിലുകൾ, ഗ്ലാസ് വിൻഡോസ്, അതേപോലെ വുഡൻ സീലിങ്സ്, ഇതൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഈ കാനാട് കാന്തൻ പാലസ് കുറച്ചുകൂടി ഫേമസ് ആയത് നമ്മുടെ മമ്മൂക്ക, ഐശ്വര്യ റോയ്, തബു, അജിത്തൊക്കെ അഭിനയിച്ച കണ്ടുകൊണ്ടേൻ എന്ന പടം ഇറങ്ങിയതിനു ശേഷമായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ കാനാട് കാന്തൻ പാലസ് വിസിറ്റ് ചെയ്തിട്ട് ചെട്ടിനാട് വില്ലേജിനകത്തൂടെ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാനാട് കാന്തൻ പാലസ് എൻട്രി ഇല്ലയെന്നറിയാമല്ലോ, അവിടുത്തെ സെക്യൂരിറ്റിയാണ് പറഞ്ഞത് ഇവിടെ അതേപോലത്തുള്ള ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വേറെയും കുറേ മാൻഷൻസും വലിയ വീടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കയറി കാണാൻ പറ്റും എന്നൊക്കെ. ചെട്ടിനാടിൻ്റെ സ്ട്രീറ്റ് നടുവിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. കാനാട് കാന്തൻ എന്തായാലും നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും 2-3 സ്ട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും അവിടെ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വലിയ വലിയ മാൻഷൻസ് വേറെ ഉണ്ട്, അതൊക്കെ നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ള ഒരുപാട് മാൻഷൻസൊക്കെ ഉണ്ട്, വലിയ വലിയ വീടുകൾ മാൻഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി കാണാനൊക്കെ പറ്റും, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ തന്നെ 2-3 ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. ഇതിനകത്ത്
അതായത് കാനാട് കാന്തൻ ആ മാൻഷൻ്റെ ആ പാലസിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ജംഗ്ഷൻ പോലെ വരും, അവിടെ തന്നെ. க்ரீன் கலர் பார்க்குறீங்களா, ஃப்ளவர் டைப்ஸ், வால் டைப்ஸ் எல்லாமே ஜப்பான்லேருந்து இம்போர்ட் பண்ணுது. ஜப்பானில் இம்போர்ட்டண்ட். பிளாக் வந்து பில்லரும் இட்டாலியன் மாடல். இது இங்கிலாந்து ஆர்கானிக் டைப்ஸு. ஓகே. இதே மாதிரி மாடல் தான் பாத்ரூமில் பண்ணுறாங்க, மேனுஃபேக்சரிங் பண்ணுறாங்க. என்ட்ரன்ஸ் டோர் வந்து டீ கூட்டு போகிறோமா. ஓகே. இந்த என்ட்ரன்ஸ் டோர் வந்து ரோஸ் வுட் போகிறோம். ரோஸ் வுட் பர்மால் ஓனரு அவங்களுடைய ஃபஸ்ட்டு சன் போட்டோ வந்து லெஃப்ட் சைடு. ഇതാണ് ഓണർ ഈ വീടിൻ്റെ. அதை லீஸ்க்கு தான் வாங்கியிருக்கலாமே தவிர அவங்களா சொந்தமாக கட்டியிருக்காங்க. ரூம்ஸ் எல்லாம் எதுவும் ஓப்பன் இல்லைங்களா? இப்போ லாக் பண்ணியிருக்காங்க, ஷூட்டிங் எடுக்க போகிறாங்க, பிரபாஸ் மூவி ஷூட்டிங்கு. ஓ. எல்லா லொக்கேஷன்லாம் பார்த்துட்டு போயிட்டாங்க. வந்து ஸ்டே பண்ணுவாங்க. ரெயின் வாட்டர் அப்போ குடிக்கிறதுக்கும் குக்கிங் சமைக்கிறதுக்கும் யூஸ் பண்ணுது. நான் வந்து ஃபுல்லாகவே சீர் வச்சுருவாங்க. ஓகே. இதெல்லாம் வந்து சிமெண்ட் கிடையாது, சீ ஷேட் கிளாஸ்ன்னு சொல்லி கடல் சிற்பி மண் ஃபுல்லாக க்ரஷ் பண்ணிவிட்டு எக்கோட ஒயிட் ஷேட்டில் ரெட் ஆக்சைட் பவுடர் மிக்ஸ் பண்ணியிருப்பாங்க. இதே மெத்தடு தான் அவங்க வந்து விற்கிறதுல உள்ளது. ஸ்டோனு கிரானைட் கல்லாம் கிடையாது, இதே இதில் பிளாக் ஆக்சைட் பவுடர் மிக்ஸ் பண்ணியிருப்பாங்க. இது பெயிண்ட் கிடையாது, வால் உள்ளது. எக் ஒயிட் பிளாஸ்டரு, வெள்ளக்கரு கடுக்கா சுண்ணாம்பு யூஸ் பண்ணியிருப்பாங்க. வீட்டுக்கு உள்ளே சரி வெளியிலேயும் சரி இதே மெத்தடு தான். பெயிண்டிங் பண்ணலாம், இன்னும் ரெனோவேட் ஆகலாம். ஹார்லிக்ஸ் பாட்டில், குவைக்கர் ஓட்ஸு, நெஸ்கஃபே காஃபி பவுடரு, உட்டன் பிளேட்டு, கண்டென்ஸ் மில்க்கு. இந்த பிளாக் கலர் பாட்டில் வந்து எல்லாமே பெல்ஜியம் கலரில் இருக்குது. மேலே பார்க்குற ஐந்து ரைடன் வந்து பெர்மிங்ஹாம்லேருந்து இம்போர்ட் பண்ணுது க்ரீன் கலரு. ஒயிட் கலர் ஸ்டோன் வந்து ஜப்பானு. எல்லோ கலரில் இருக்கிற வந்து வந்து பர்மா டிக்ஸு. எலக்ட்ரிக்கல் ஒயர் வந்து பிளாக் கலரு இங்கிலாந்துலேருந்து இம்போர்ட். அங்கிருந்து இங்கிலாந்து. സ്റ്റോറേജ് നമ്മുടെ നാട്ടിലെ പത്തായം പോലത്തെ സെറ്റപ്പാണ് ഇത്. നമ്മുടെ നെല്ലെല്ലാം സൂക്ഷിക്കുന്ന ഇവിടുത്തെ. கிச்சன் ஏரியாவில் 2 ஃபேமிலி ரெண்ட் வாடகைக்கு இருக்காங்க. லெஃப்ட் சைடில் போனீங்கன்னா 4 ஃபேமிலி ரெண்ட் வாடகைக்கு இருக்காங்க. ஸ்ட்ரெயிட்டாக போனீங்கன்னா நெக்ஸ்ட் ஸ்ட்ரீட் வந்துடும். இந்த வீடு வந்து 1/2 ஏக்கரில் வீடு கட்டியிருக்காங்க. முன்னாடி பின்னாடி ഇത് 1/2 ഏക്കറിലെ ഫുള്ള് പഴയ അലമാര. ഇത് കിച്ചണാ? നമ്മുടെ ഒലക്ക ഉരല്, അത് മാവൊക്കെ അടിക്കുന്ന സ്ഥലം. ഇതവരരയ്ക്ക് അമ്മിക്കല്ല് നമ്മളവിടുത്തെ. ഏത് ഇതുവാ? ആ ഓക്കെ ഓക്കെ, അമ്മി. ഇത് ആട്ടുകല്ല്. അത് ആട്ടുകല്ല്. ഇതിനകത്ത് ഫുള്ള് ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ നടക്കുന്ന ഏതൊരു വീടാണ് വലിയ. പത്തായം, അന്നത്തെ പത്തായം. ഇതാണ് ഇവിടുത്തെ മുട്ടമാടി. ഇതിനകത്ത് 4 റൂമുണ്ട്. ഇവിടെ മിനിമം ഒരു 10-20 പേരെങ്കിലും താമസിക്കുമായിരിക്കണം. ഈ വീട്ടിലെല്ലാം കൂടി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇത് ഇവിടുത്തെ ഒരു റൂം. ബാൽക്കണി.
ചെട്ടനാട് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ചെട്ടനാട് മാൻഷൻസ്, അതേപോലുള്ള ക്യുസീൻസ്, ഹാൻഡിക്രാഫ്റ്റ്, അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെട്ടനാട് കോട്ടൺ വീവിങ് എന്ന് പറയുന്നത്. ഇവിടെ ജനറേഷൻസ് ആയിട്ട് ട്രഡീഷണലി ഈ ഹാൻഡ്ലൂം വീവിങ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന അതേപോലത്തെ ഒരു വീട്ടിലോട്ടാണ്. ഇവരിവിടെ തന്നെ ട്രഡീഷണലി ചെയ്യുന്ന എസ്പെഷ്യലി കോട്ടൺ സാരീസാണ് ഇവിടെ വിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഇതേപോലത്തുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നിറയെ പേര് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മളും പോയി 2-3 സാരിയൊക്കെ എടുത്തായിരുന്നു അവിടെ നിന്ന്. കൂടുതലും കോട്ടൺ സാരീസാണ് ഇവിടെ ഉള്ളത്. സിൽക്ക് സാരീസ് ഞാൻ അധികം കണ്ടില്ല. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാദ്യാർ ഹൗസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇവിടുത്തെ നമ്മൾ അത്യാവശ്യം ഒന്ന് റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും പ്രോപ്പർ ചെട്ടനാട് ക്യുസൈൻ, ഇവിടുത്തെ ഓത്തൻറ്റിക് ചെട്ടനാട് ക്യുസൈൻ കിട്ടുന്ന ഒരു ഹോട്ടലെന്നാണ് കേട്ടത്. ഇവിടെ നല്ല തിരക്കുണ്ട്. അവിടുത്തെ 1.5 മണിക്കൂർ വെയിറ്റിംഗ് ടൈം കാരണം, 1.5 എന്ന് പറയുമ്പോൾ 2 മണിക്കൂറൊക്കെയാണ് അവർ പറയുന്നത്. വെയിറ്റിംഗ് ടൈം കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴെങ്ങാനും സീറ്റ് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ചെട്ടനാട് കിച്ചൺ എന്ന് പറയുന്ന വേറൊരു ഹോട്ടലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നിന്ന് കുറച്ച് മാറ്റാണ്. ഈ വാദ്യാർ ഹൗസ് ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ കാനാട് കാന്തൻ പാലസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുവേ. പക്ഷെ അവിടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോകണം. അതായത് ഒരു ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ എത്തുന്ന രീതിയിൽ അവിടെ പോയാലേ നിങ്ങൾക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം റിവ്യൂസൊക്കെ ഉള്ള മിക്ക ഹോട്ടലിലും നല്ല തിരക്കുണ്ട്. എസ്പെഷ്യലി ഈ ഉച്ച ടൈമിലൊക്കെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഈ ചെട്ടനാട് കിച്ചണിൽ വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും സീറ്റ് കിട്ടി. അത്യാവശ്യം വലിയ ഹോട്ടലാണ്. ഇതൊരു ടൗണിലായിട്ട് വരും. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് ബിരിയാണിയാണ്. 4 പേർക്കുള്ള ബിരിയാണിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്കൊന്ന് ബക്കറ്റ് 4 പേർക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തൊരു കോംബോ ഓഫർ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഞാൻ പറയുന്നത് മസ്റ്റ് ട്രൈ എന്ന് പറയും. ഇവിടെ ചെട്ടനാട് വന്നിട്ട് ഞാൻ കഴിച്ച ഒരു മീല് പോലും, രാവിലെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഒന്നുപോലും നിരാശപ്പെടുത്തില്ല. എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. ഇപ്പോൾ 2 ദിവസത്തെ ചെട്ടനാട് കറക്കം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ശരിക്കും പഴമ ഇഷ്ടപ്പെടുന്നവർ, ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർ, ഫുഡ് ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത് എനിക്ക് ചെട്ടനാട്. ഈ 2 വ്ളോഗ് കൊണ്ട് ചെട്ടനാടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ സംഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതേപോലത്തെ നല്ല നല്ല ട്രാവൽ വ്ളോഗ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും പുതിയൊരു വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.